നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് ഗൂഗിൾ പേയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് നമ്മളൊക്കെ ഗൂഗിൾ പേ ഉപയോഗിക്കുന്ന ആളുകളാണ്. നമ്മൾ ₹1 സാധനം വാങ്ങുകയാണെങ്കിൽ പോലും ഗൂഗിൾ പേയിൽ പേയ്മെൻറ്റ് ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ ഗൂഗിൾ പേയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് പരിശോധിക്കുന്നത്. വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഗൂഗിൾ പേ ഓപ്പൺ ചെയ്യാണ്. അപ്പോൾ നമ്മൾ സാധാരണ ഗൂഗിൾ പേയിൽ പേയ്മെൻറ്റ് ചെയ്യുന്നത് QR കോഡ് ഉപയോഗിച്ച് സ്കാൻ ചെയ്തുകൊണ്ടാണ്. നമ്മുടെ കടകളിലൊക്കെ ഓരോ QR കോഡ് ഉണ്ടാകും. ആ QR കോഡ് നമ്മൾ സ്കാൻ ആൻഡ് QR കോഡ് എന്നുള്ള ഈ ഭാഗം ക്ലിക്ക് ചെയ്ത് നമ്മൾ ഇതിൽ ക്യാമറ കാണും. ഈ ക്യാമറ ക്ലിക്ക് ചെയ്തുകൊണ്ടാണ് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യാം. എന്നാൽ നമ്മളിതിനകത്ത് ശ്രദ്ധിക്കുന്നത്, ഒന്നാമതായിട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഗൂഗിൾ പേ ആപ്പ് നമ്മൾ ഇതുപോലെ ഓപ്പൺ ചെയ്യുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ എവിടെയെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ ഈ ഗൂഗിൾ പേയിലൊന്ന് ലോങ് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഗൂഗിൾ പേ ഓപ്പൺ ചെയ്യാതെ, ഈ ഗൂഗിൾ പേ ആപ്പ് ഓപ്പൺ ചെയ്യാതെ തന്നെ ഇവിടെ സ്കാൻ ആൻഡ് QR കോഡ് എന്നൊരു ഭാഗം കാണും. അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നേരെ ഇതുപോലെ ഈ സ്കാനറിലേക്ക് എത്താൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു കടകളിൽ സാധനം വാങ്ങി പേയ്മെൻറ്റ് ചെയ്യുമ്പം ഈ ഗൂഗിൾ പേ ആപ്പ് ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളിൽ ഓപ്പൺ ചെയ്യാതെ സ്കാൻ ചെയ്ത് പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കും. അതാണ് പേയ്മെൻറ്റ് ചെയ്യാൻ ഏറ്റവും എളുപ്പമുള്ള ഒരു മാർഗ്ഗം. രണ്ടാമത്തെ, നമുക്ക് സാധാരണ ഓപ്പൺ ചെയ്തിട്ട് ഇതുപോലെ ഗൂഗിൾ പേ ഓപ്പൺ ചെയ്ത് സാധാരണ നമ്മൾ സ്കാൻ ചെയ്യുന്ന ഈ QR കോഡ് ഇതുപോലെ ക്ലിക്ക് ചെയ്ത് നമുക്ക് സ്കാൻ ചെയ്യാൻ സാധിക്കും. ഇനി മൂന്നാമതായിട്ട് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്നത്, നമ്മളുടെ മൊബൈലിലേക്ക് ആരെങ്കിലും ഒരു QR കോഡ് അയച്ചു തന്നാൽ, പേയ്മെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു QR കോഡ് അയച്ചു തരാണ്. അത് എങ്ങനെയാണ് അതിലേക്ക് പേയ്മെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടതും ഇതേപോലെ തന്നെയാണ്. ഈ സ്കാൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ കാണാം അപ്ലോഡ് ഫ്രം ഗാലറി എന്നുള്ളൊരു ഓപ്ഷൻ, അത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഗാലറി ഓപ്പൺ ആകും. ഗാലറി എവിടെയാണ് നിങ്ങൾക്ക് QR കോഡ് ഉള്ളതെങ്കിൽ ആ QR കോഡ് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്ത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ആ ഒരു പേയ്മെൻറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് കാണിക്കും. നിങ്ങൾക്ക് ജസ്റ്റ് എത്രയാണോ പേയ്മെൻറ്റ് വേണ്ടതെങ്കിൽ അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കും. എന്നാൽ നമുക്കൊരു QR കോഡ് എങ്ങനെ അയച്ചു കൊടുക്കുക, അപ്പോൾ നമ്മളുടെ ഒരു പേയ്മെൻറ്റ് QR കോഡ് എങ്ങനെ മറ്റൊരാൾക്ക് അയച്ചു കൊടുക്കുക പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത്, ഏറ്റവും മുകളിൽ നമ്മുടെ വലതുഭാഗത്ത് പ്രൊഫൈൽ കാണും, അത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ കാണാം നമ്മുടെ പ്രൊഫൈലിൻ്റെ തൊട്ടു താഴെയായിട്ടൊരു QR കോഡിൻ്റെ ചിഹ്നം, അത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതവിടെ QR കോഡ് കിട്ടി. ഈ QR കോഡ് നമുക്കിവിടെ സ്ക്രീൻഷോട്ട് എടുക്കുകയോ അല്ലെങ്കിൽ താഴെ കാണുന്ന ഭാഗത്ത് ഷെയർ QR കോഡ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഈ QR കോഡ് ഷെയർ ചെയ്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ ഏറ്റവും മുകളിൽ ഡൗൺലോഡ് ഓപ്ഷൻ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലേക്ക് ഇത് ഡൗൺലോഡ് ചെയ്ത് അവർക്ക് അയച്ചു കൊടുക്കുകയൊക്കെ ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫീച്ചർ, നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ക്യാഷ് തരാറുണ്ടെങ്കിൽ അത് എത്രയാണെങ്കിൽ ആ പണം കറക്റ്റ് സെറ്റ് ചെയ്തുകൊണ്ട് അവർക്ക് അയച്ചു കൊടുക്കാൻ സാധിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ പ്രൊഫൈൽ ഭാഗത്ത് ഇവിടെ വലതുഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഇവിടെ നമ്മുടെ QR കോഡിൻ്റെ നേരത്തെ പറഞ്ഞ ഈ QR കോഡ് ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഏറ്റവും മുകളിൽ 3 ഡോട്ട് കാണും, അത് ക്ലിക്ക് ചെയ്യാം. ഇവിടെ സെറ്റ് എമൗണ്ട് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ സുഹൃത്ത് നിങ്ങൾക്ക് ₹100 തരാനുള്ളതെങ്കിൽ ഇവിടെ 100 എന്ന് സെറ്റ് ചെയ്ത് 100 എന്ന് ഇതുപോലെ ടൈപ്പ് ചെയ്ത് ഓക്കെ കൊടുത്താൽ, എന്നിട്ട് ഈ QR കോഡ് സ്ക്രീൻഷോട്ട് എടുക്കുകയോ അല്ലെങ്കിൽ മുകളിൽ ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുകയോ താഴെ ഭാഗത്തുള്ള ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയോ നിങ്ങൾ അയച്ചു കൊടുത്താൽ ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്യുന്ന ആൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് 100 എന്ന് സെറ്റാകും. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കും അവർക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ അയച്ചു കൊടുക്കുന്ന QR കോഡിൽ നിങ്ങൾക്ക് എത്രയാണോ പണം വേണ്ടതെങ്കിൽ അതും ഇത്തരത്തിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ വളരെ യൂസ്ഫുള്ളായിട്ട് സാധിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.